എല്ലാവർക്കും KPS കറി വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നാരങ്ങയും ഇഞ്ചിയും കൊണ്ട് ഒരു സ്ക്വാഷ് തയ്യാറാക്കാമേ. ഈ ചൂടുകാലത്ത് ധാരാളം വെള്ളം കുടിക്കണമല്ലോ. അപ്പം നമുക്ക് സ്ക്വാഷ് തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് കുറച്ചെടുത്ത് വെള്ളം ചേർത്ത് തണുപ്പിച്ചോ തണുപ്പിക്കാതെയോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കുടിക്കാൻ പറ്റും. എപ്പോഴും തിളച്ചാറ്റിയ വെള്ളവും പച്ചവെള്ളവും ഒക്കെ കുടിക്കുമ്പോൾ നമുക്ക് ഒരു മടുപ്പ് തോന്നും. അതിന് വേണ്ടിയിട്ട് ഒരു എനർജിയും കിട്ടും ഈ നാരങ്ങ വെള്ളം കുടിക്കുമ്പോഴത്തേക്ക്. അതിനായിട്ട് ഫാമിൽ നിന്ന് കൊണ്ടുവന്ന നാരങ്ങ, സീഡ്ലെസ് നാരങ്ങയും കുറേ ബുഷ് ഓറഞ്ചും കിട്ടിയിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ പിഴിഞ്ഞ് ഇതിൻ്റെ ജ്യൂസ് എടുത്ത് നമുക്ക് സ്ക്വാഷ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ കൃത്യമായിട്ട് തൂക്കി 2 കിലോ പഞ്ചസാര, പിന്നീട് ഇഞ്ചി ഇതാ ഇത്രയും ഇഞ്ചി കഷ്ണങ്ങളായിട്ട്, ചെറിയ കഷ്ണങ്ങളായിട്ട് തൊലിയെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് അരച്ചുകൊണ്ട് വരാം. നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഒരു ചരുവത്തിലോട്ട് ഈ പഞ്ചസാര ഇട്ട് കൊടുക്കാം. 2 കിലോ പഞ്ചസാര ഇട്ട് കൊടുത്തു. ഇനി അരച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി നമുക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അതായത് ഇഞ്ചി നല്ല പേസ്റ്റായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്, അതങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാറിനകത്ത് ഇഞ്ചിയുടെ അംശം കൂടുതലായിട്ടിരിക്കുന്നു. അതന്നേരം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് ക്ലീനാക്കി ഈ ഇഞ്ചിച്ചാറ് നമുക്ക് പഞ്ചസാരയിലോട്ട് ഇട്ട് കൊടുക്കാം. ഈ വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഏകദേശം ഒരു 2 ഗ്ലാസോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ പഞ്ചസാരയൊന്ന് അലിഞ്ഞ് നല്ല തേനിൻ്റെ കൺസിസ്റ്റൻസി ആവുന്നത് വരെ നമുക്ക് കുറുക്കിയെടുക്കാം. ഇനി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് പഞ്ചസാര അലിഞ്ഞു വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഒരു നൂൽ പരുവമൊന്നും ആവണ്ട, എന്നാൽ കുറുകിയിരിക്കുകയും വേണം. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം. ഈ പഞ്ചസാര അലിഞ്ഞു വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ പഞ്ചസാര ലായനി നന്നായിട്ട് തിളച്ചു. ഇങ്ങനെയാണ് പത പോലൊക്കെ വരുന്നത്. ഇതങ്ങ് കോരിക്കളയാം. ഇത് പഞ്ചസാരക്കകത്തേ ഇഞ്ചിക്കകത്തൊക്കെ ഉള്ള അഴുക്കായിരിക്കുവേ. തീ ഞാൻ ലോ ഫ്ലെയിമിലോട്ടാണ്. ഇത് നമുക്കങ്ങ് കോരിക്കളയാം. അരിക്കുമ്പോൾ പൊക്കോളും, എന്നാലും നമുക്ക് പറ്റുന്നിടത്തോളം അങ്ങ് കോരിക്കളയാം. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇത് നല്ല കുറുകി ഒറ്റനൂൽ പരുവൊന്നും ആവണ്ട. നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാം. ഇതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി. നല്ല കുറുകിയ പഞ്ചസാര പാനി ഇഞ്ചി അരച്ച് ചേർത്ത് തയ്യാറാക്കി. ഇപ്പോൾ ഇഞ്ചി മുട്ടായിയുടെ മണമാണ് ഇവിടെ എല്ലാം അങ്ങ് നല്ല മണമാണ്. ഇനി ഇത് നന്നായിട്ട് തണുത്ത് വരട്ടെ. നന്നായിട്ട് തണുത്ത് വരുന്ന സമയത്ത് നമുക്ക് നാരങ്ങയുടെ നീര് പിഴിഞ്ഞെടുക്കാം. നേരത്തെ തന്നെ നമ്മൾ തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ നാരങ്ങ നീര് കയ്പ്പ് രസം വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത് തണുക്കാറാവുമ്പോഴത്തേക്ക് നമുക്ക് നാരങ്ങയുടെ നീര് പിഴിഞ്ഞെടുക്കാം. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മൾ തണുക്കാനായിട്ട് വെച്ച ഷുഗർ സിറപ്പ് നന്നായിട്ട് തണുത്തു. ഈ ഒരു പരുവത്തിൽ തണുത്ത് കഴിഞ്ഞപ്പം കുറച്ചുകൂടെ കൊഴുപ്പായി. പക്ഷേ ക്രിസ്റ്റൽ ഫോമിലൊന്നും ആയിട്ടില്ല, പാകത്തിനിരിക്കുന്നു. ഇനി ഇതിലേക്ക് നമുക്ക് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം.
ഇതിന് മുൻപായിട്ട് ഒരു കാര്യം കൂടെ പറയട്ടെ. ഈ നാരങ്ങയെല്ലാം പിഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേ ഇത്രയും തോട് കിട്ടിയിട്ടുണ്ട്. ഏകദേശം ഒരു 10-60 ബുഷ് ഓറഞ്ചും സീഡ്ലെസ് നാരങ്ങയും കൂടെ ഉണ്ട്. ഇതിനകത്ത് എൻ്റെ കൈയുടെ ആരോഗ്യം വെച്ച് നോക്കുമ്പോൾ ഇതിനകത്ത് ഇനിയും നീരുണ്ട്. അത് നമുക്ക് കളയാതെ വീണ്ടും ഉപയോഗിക്കാൻ പറ്റും. ഇത് അച്ചാറുണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു, പക്ഷേ ബുഷ് ഓറഞ്ചിൻ്റെ തൊലിക്ക് നല്ല കട്ടിയുണ്ട്, സീഡ്ലെസ് നാരകത്തിൻ്റെ തൊലിക്ക് തീരെ കനമില്ല. അപ്പോൾ അച്ചാർ ഉണ്ടാക്കുന്ന ഉടനെ 2 ഭാഗമായി പോകും. അതുകൊണ്ട് നമുക്ക് അച്ചാർ ഉണ്ടാക്കണ്ട. വെയിലത്ത് വെച്ച് ഉണക്കി പൊടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പാത്രം കഴുകാനൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇനി അല്ലാതെ നമുക്ക് ഒരു ലിക്വിഡ് ഉണ്ടാക്കാം പാത്രം കഴുകുന്നതിന് വേണ്ടിയിട്ടുള്ളത്. ഇനി ഈ തോട് വെച്ചിട്ട് നമുക്ക് ലിക്വിഡ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നും കൂടെ നോക്കാം വേറൊരു വീഡിയോയിൽ. ഇനി നമുക്കിതിലേക്ക് നാരങ്ങാ നീര് ചേർത്ത് കൊടുക്കാം. ഈ ചരുവത്തിന് ഒരു ചരുവം പിന്നെ ഈ പാത്രത്തിൽ ഉണ്ടായിരുന്നു. ഇനി ഇത് നന്നായിട്ട് നമുക്ക് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇത് നന്നായി ഇളക്കി ഒന്ന് യോജിപ്പിച്ചുകൊണ്ട് വരാമേ. എല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു. ഇപ്പം കണ്ടില്ലേ, ഒരു ഗോൾഡൻ കളറുള്ള ലിക്വിഡായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അരിച്ചെടുക്കാം. ഇതിനകത്ത് ഇഞ്ചിയുടെ കഷ്ണവും നാരങ്ങയുടെ അല്ലിയും ഒക്കെ കാണുമായിരിക്കും. അതൊന്നും ഇല്ലാതെ നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഇതൊന്ന് അരിച്ചെടുത്തിട്ട് നമുക്ക് കാണാമേ. നമ്മുടെ സ്ക്വാഷ് അരിച്ചെടുത്തു കഴിഞ്ഞപ്പോൾ എന്താ ഇത്രയുണ്ട്. ഇഞ്ചിയുടെ നാരങ്ങയുടെ തരിയും നാരും എല്ലാം കൂടെ ഇതങ്ങ് മാറ്റാം. ഇനി എന്താ ഇത്രയും സ്ക്വാഷ് കിട്ടിയിട്ടുണ്ട്. ഇതിനെ നമുക്ക് കുപ്പികളിലാക്കി സൂക്ഷിക്കാം. എന്നിട്ട് എങ്ങനെയാണ് സ്ക്വാഷ് തയ്യാറാക്കുന്നതെന്നും കൂടെ നമുക്കൊന്ന് നോക്കാം. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സിറപ്പ് ഒരു 1/4 ഗ്ലാസോളം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഐസ് ക്യൂബ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇതെല്ലാം ഇനി ഒരു കുപ്പിയിലാക്കി നമുക്ക് സൂക്ഷിക്കാം.